മാസപ്പടി കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചത് MR അജയൻ. തന്റെ വാദവും കേൾക്കണമെന്ന ആവശ്യം. മാസപ്പടി കേസിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ MR അജയനാണ് തടസ്സ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്റെ വാദവും കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് തടസ്സ ഹർജി. ED അന്വേഷണത്തിന് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ CMRL അപ്പീൽ നൽകുമെന്നത് കണക്കിലെടുത്താണ് നീക്കം. അഭിഭാഷക അശ്വതി MK ആണ് ഹർജി സമർപ്പിച്ചത്. അതേസമയം ഹൈക്കോടതിയുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചതോടെ CMRL എക്സാലോജിക് ഇടപാടുകളിലെ അനുബന്ധ തെളിവ് ശേഖരണത്തിലേക്ക് ED നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക രേഖകളും ED സംഘം ഇഴകേറി പരിശോധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡിന് പിന്നാലെ മരവിപ്പിച്ച അക്കൗണ്ടുകളിലെ 18 കോടിയോളം രൂപ കണ്ടുകെട്ടാനുള്ള നടപടികൾക്കായി അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED ഉടൻ റിപ്പോർട്ട് നൽകും. പരമാവധി ഡിജിറ്റൽ ബാങ്ക് തെളിവുകൾ ശേഖരിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRL ഉദ്യോഗസ്ഥർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് ED ഡയറക്ടർ രാഹുൽ നവീന്റെ നിർദ്ദേശം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ IT സേവനങ്ങളുടെ പേരിൽ 2,78,00,000 രൂപ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് ലഭിച്ചുവെന്നും എന്നാൽ ഇതിന് പകരമായി ഒരു സേവനവും നൽകിയിട്ടില്ലെന്നുമാണ് SFIയുടെ കണ്ടെത്തൽ.